ശരി, ഒരു ഡൗട്ട് ഒരെണ്ണം ക്ലിയർ ചെയ്ത് കൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ, ഡൗട്ട് വേറൊന്നുമല്ല. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചുള്ളതാണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചുള്ള ഡൗട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞേ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താണെന്ന് പറഞ്ഞേ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താണെന്ന് പറഞ്ഞേ അറിയാമെങ്കിൽ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഗുഡ് ഈവനിങ്. എന്താണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയാവോ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താണെന്ന് പറയാവോ? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ. ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ അത് പറഞ്ഞേ. ആർട്ടിക്കിൾ 263 പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 263 ആരാണ് രൂപീകരിക്കുന്നത്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നത് ആരാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ. രൂപം നൽകുന്നത് പ്രസിഡന്റ് ആണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപം നൽകുന്നത് പ്രസിഡന്റ് ആണ് രൂപം നൽകുന്നത്. ഇത് ആരാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരെന്ന് കേട്ടാൽ അത് പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം നീതി ആയോഗിന്റെ ചെയർമാൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനും ആരായിരിക്കും? നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ കേട്ടോ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി എന്തിനാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ? ആർട്ടിക്കിൾ 263 പ്രകാരം എന്തിനാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ? ആർക്ക് പറയാം? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്തിനാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ മെയിൻ തർക്ക പരിഹാരമാണ് കേട്ടോ. തർക്ക പരിഹാരമാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ മെയിൻ ലക്ഷ്യം. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹാരം കാണുക. മനസ്സിലായില്ലേ? അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹാരം കാണുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹാരം കാണുക. ഇതൊക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചിരിക്കുക. അപ്പൊ മനസ്സിലായാലും ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താണെന്ന്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് കുട്ടികൾ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആർട്ടിക്കിൾ 263 ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് രൂപീകരിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രൈം മിനിസ്റ്റർ ആണ് ഇത് ചെയർ ചെയ്യുന്നത്. അതായത് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയർമാനായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നീതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനും ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനും ആരാണ് കുട്ടികളെ? പ്രൈം മിനിസ്റ്റർ ആണ്. ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്ക പരിഹാരമാണ്, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുക എന്നതാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ജോലി എന്ന് പറയുന്നത്. അല്ല, അത് കോടതി ലെവലിൽ വരുമ്പോഴാണ് അത് സുപ്രീം കോടതിയുടെ അധികാരമായിട്ട് വരുന്നത്. മനസ്സിലായ? ഒരു തർക്കം ഒരു കോടതിയിലേക്ക് എത്തുന്ന സമയത്താണ് അത് സുപ്രീം കോടതിയുടെ അധികാരമായി മാറുന്നത്. മനസ്സിലായ? ഗവൺമെന്റ് ലെവലിൽ ഇവർക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യുന്നതാണോ? അതെ, നമ്മുടെ ഗവൺമെന്റ് ലെവലിൽ ഇത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ അതിന്റെ ചീഫ്, അതിന്റെ തലവനായിട്ട് വരുന്നത്. അപ്പൊ അത് ഗവൺമെന്റ് ലെവലിലുള്ള ശ്രമമാണ്. തർക്കം ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ലെവലിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും അവര്. ശ്രമിക്കാത്തത് കേസായി മാറുന്നതാണ്, സുപ്രീം കോടതിയിലേക്ക് കേസായി പോകുന്നതാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നത്? പരിഹരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഗവൺമെന്റ് ലെവലിൽ അത് ചെയ്യുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ശരി, പിന്നെ വേറെന്തെങ്കിലും? ഓക്കെ,
മറ്റേ ശിലകളുടെ കോഡ് എന്ന് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട്. ശിലകളുടെ കോഡ് അതും കൂടെ പറഞ്ഞുതരാം. ശിലകളുടെ കോഡ് നമ്മുടെ SCERT-യിലെ ഒരു 6 തരം ശിലകൾക്ക് അതിന്റെ കോഡ് ഞാനൊന്ന് പറഞ്ഞുതരാമേ പിള്ളേരെ. ഓക്കെ, കോഡ് ഇങ്ങനെയാണ്, നോക്കിക്കോണേ. 3 ലൈനായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ ലൈൻ ഇതാണ്: അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന ഇത് ഇത്ര ഒരു ലൈൻ കേട്ടോ. അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന. ഓക്കെ, രണ്ടാമത്തത് ആഗ്നേയൻ കേട്ടോ. ആഗ്നേയൻ ബസ്സിൽ കയറി ഗ്രാമത്തിൽ ചെന്ന് മൂന്നാമത്തെ ലൈൻ ഇങ്ങനെയാണ്: കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി. ഓക്കെ, വല്ലതും മനസ്സിലായ എഴുതിയെന്ന്? അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന ആഗ്നേയൻ കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കണം. അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന ആഗ്നേയൻ ബസ്സിൽ കയറി ഗ്രാമത്തിൽ ചെന്ന് കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി. ഇത് നമ്മുടെ 3 തരം ശിലകളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒന്നാമത്തെ ലൈൻ, അതായത് അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന ആ ലൈനിൽ ഏത് ശിലയെ കുറിച്ചാണ് പറയുന്നത്? അവസാദ ശിലയെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളും ഈ ഒരു കോഡിലുണ്ട്. ഏതൊക്കെയാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണം വന്നിരിക്കുന്നത് ഇതില്? ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ മണൽക്കല്ല് അല്ലെ. ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്. അപ്പൊ അവസാദ ശിലകൾക്ക് ഉദാഹരണം ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്. അതാണ് അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന. ഈ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകയില മുറുക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഓക്കെ, പുകയില മുറുക്കുന്ന സമയത്ത് അപ്പൊ അതിലിങ്ങനെ തേക്കുന്ന ഒരു സാധനമാണ് ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്നത്. വെള്ള കളറിലിരിക്കും. ഓക്കെ, മുറുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. മുറുക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ അവിടെ? വീട്ടിൽ ആരെങ്കിലും മുറുക്കാറുണ്ടോ? വീട്ടിൽ മുറുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി നോക്കിയാൽ ചുണ്ണാമ്പ് സാധനം ഇങ്ങനെ ഒരു ഈ കളറിലിരിക്കും, വെള്ള കളറിൽ. ഓക്കെ, ശരി. അപ്പൊ അവസാന കാലത്ത് ചുണ്ണാമ്പ് നിന്ന് മണലൂറ്റി നടന്ന, അതായത് അവസാദ ശില ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്. അടുത്ത രണ്ടാമത്തെ ലൈൻ: ആഗ്നേയൻ ബസ്സിൽ കയറി ഗ്രാമത്തിൽ ചെന്ന്. ഓക്കെ, ഏത് ശിലയെ കുറിച്ചാണ് പറയുന്നത്? ആഗ്നേയ ശിലയെ കുറിച്ചാണ്. ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ബസാൾട്ട്, അതാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്. ബസാൾട്ട്, ഗ്രാനൈറ്റ് ഏതിന് ഉദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അടുത്ത മൂന്നാമത്തെ ലൈൻ ഇങ്ങനെയാണ്: കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി. ഏത് ശിലയെ കുറിച്ചാണ് പറയുന്നത്? കായാന്തരിത ശിലയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഉദാഹരണങ്ങൾ മാർബിള്, സ്ലേറ്റ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ആ കോഡ്. ഇത് നമ്മുടെ SCERT-ൽ പറയുന്ന 3 ശിലകളുടെ കോഡാണ്. ഇത് നിങ്ങൾക്ക് ചേരുമ്പടി ചേർക്കാനും അല്ലെങ്കിൽ തെറ്റായ ജോഡി അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. ഇതിടയ്ക്കൊന്ന് നമ്മൾ നോക്കി വെച്ചിരുന്നാൽ എക്സാമിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോയി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും കേട്ടോ. ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവസാന കാലം എന്ന് പറഞ്ഞാൽ ആള് വയസ്സായി, മരിക്കാറായി കേട്ടോ. അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന. ഈ മണലൂറ്റ് എന്ന് പറഞ്ഞ പരിപാടി, നമ്മൾ ഈ മണലൂറ്റുന്ന പരിപാടിയൊക്കെ നമ്മുടെ നദിയിൽ നിന്നും മറ്റു തോടിൽ നിന്നൊക്കെ ഈ മണലിനെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനാണ് മണലൂറ്റ് എന്ന് പറയുന്നത്. അവസാന കാലത്ത് ചുണ്ണാമ്പ് നിന്ന് മണലൂറ്റി നടന്ന ഒരു വ്യക്തി, ആളുടെ പേര് ആഗ്നേയൻ എന്നാണ്. ആഗ്നേയൻ അയാൾ ബസ്സിൽ കയറി ഒരു ഗ്രാമത്തിൽ പോയിട്ട് കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി. അവസാദ ശിലയ്ക്ക് ഉദാഹരണം ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്. അതുപോലെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ബസാൾട്ട്, ഗ്രാനൈറ്റ്. കായാന്തര ശിലകൾക്ക് ഉദാഹരണം മാർബിൾ, സ്ലേറ്റ്. ഓക്കെ, ഓർക്കാൻ പറ്റുമല്ലോ കോഡ്? ഓർക്കാൻ പറ്റുമോടെ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണല്ലോ? ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എന്താണെന്ന് മനസ്സിലായി, പിന്നെ നമ്മുടെ ശിലകളുടെ ആ കോഡും മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ശരി. ചോദ്യം ഞാൻ പറഞ്ഞു നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മളത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു സെഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ,
അത് നമ്മൾ അടുത്ത ആഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ അത് ഏർലി മോർണിംഗ് ആയിരിക്കും. ഏർലി മോർണിംഗ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നമുക്ക് എല്ലാ പോർഷൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ശരി. ഒന്നാമത്തെ ചോദ്യം, വിഷ്ണുവിനെ കുറെ ദിവസമല്ലേ ക്ലാസ് കണ്ടിട്ട്? വിഷ്ണു എവിടെയാണ്? വിഷ്ണു ഉണ്ണി സാർ ക്ലാസ്സിലുണ്ട്. 2 ദിവസം ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റി 2 ദിവസം? 2 ദിവസം ഇവിടെ വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് ഉണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്നും അതിന് തലേ ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇന്നലെ ഇംഗ്ലീഷ് പ്രീവിയസ് കിട്ടിയോ? സാർ ഇന്നലെ കിട്ടി ഇംഗ്ലീഷ് ഒക്കെ കിട്ടി. ഓക്കെ, ശരി. നോക്കിക്കോടാ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്ര എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. ഓക്കെ, എടാ നമുക്ക് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കമ്മീഷനുകളുണ്ട്, അതായത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുണ്ട്. ഏതൊക്കെ തലങ്ങളിലാണ് കമ്മീഷൻ ഉള്ളത്? ഇപ്പൊ നമ്മൾ ജില്ലാ കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ആ ജില്ലാ കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നു, അതായത് ജില്ലാ തലത്തിൽ ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കുന്ന കമ്മീഷൻ എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. പിന്നെ വേറെ ഏത് തലത്തിലുണ്ട്? സംസ്ഥാന തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്. മനസ്സിലായോ? അതായത് ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷനുകൾ ഏതൊക്കെ തലത്തിലുണ്ട്? ത്രിതലത്തിലാണ്, അതായത് 3 തലങ്ങളിലായിട്ടാണുള്ളത്. ഓക്കെ, അതായത് ജില്ല, സംസ്ഥാനം, അതുപോലെ തന്നെ ആരാണ്? ദേശീയ. ജില്ല, സംസ്ഥാനം, ദേശീയ, അങ്ങനെ 3 തലങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇവരുടെയൊക്കെ അധികാര പരിധി, അതായത് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര രൂപ വരെയുള്ള തർക്കങ്ങളാണ് ഇവർ പരിഹാരം പറയുന്നത്, അത് നമ്മൾ അധികാര പരിധി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെ സമയങ്ങളിലെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് ഒരു നിയമവും ഒരു ഭേദഗതി നിയമവും വന്നിട്ടുണ്ട്. നിയമം ഏത് വർഷമാണ് വന്ന കുട്ടികളെ? നിയമം ഏത് വർഷമാണ് വന്നത്? ആർക്ക് പറയാം? നിയമം വന്ന വർഷം ഏതാണ്? നിയമം 1986 അല്ലെ? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നു. ഓക്കെ, അതിനുശേഷം അതിന്റെ ഭേദഗതി ഏത് വർഷമാണ് വന്നത്? അതിന്റെ ഭേദഗതി 2019 വന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2021 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുടെ അധികാര പരിധിയെ ഒരു സ്പെഷ്യൽ റൂൾ പ്രകാരം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 86 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോഴുണ്ടായ ഇവരുടെ 3 പേരുടെയും അധികാര പരിധി എങ്ങനെയായിരുന്നു, 2019 ഭേദഗതി നിയമപ്രകാരം അധികാര പരിധി എത്രയായി, 2021 സ്പെഷ്യൽ റൂള് പ്രകാരം 2021 സ്പെഷ്യൽ റൂള് പ്രകാരം അധികാര പരിധി എത്രയായി മാറി. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി പിള്ളേരെ. അവിടെ നമുക്ക് ആദ്യം നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ്. കുട്ടികൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങാൻ. നിങ്ങൾക്ക് 1986 ആക്ട് പ്രകാരം 1986 ആക്ട് പ്രകാരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എത്രയായിരുന്നു? എത്ര ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളായിരുന്നു ഇവർ പരിഹാരം കണ്ടിരുന്നത്? പറയാൻ പറ്റുമോ? 86 ആക്ട് പ്രകാരം 10 ലക്ഷമാണ്. 20 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിലായിരുന്നു പരിഹാരം കണ്ടിരുന്നത് 1986 ആക്ട് പ്രകാരം. 1986 ആക്ട് പ്രകാരം 20 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളാണ് പരിഹാരം കണ്ടിരുന്നത്. 2019 ആക്ട് പ്രകാരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ എത്രയായി മാറിയത്? 2019 ആക്ടാണ് ഞാൻ ചോദിക്കുന്നത്. 2019 ആക്ട് പ്രകാരം 2019 ആക്ട് പ്രകാരം അത് 1 കോടി രൂപയായി മാറി. 1 കോടി രൂപയായി മാറി. 2019 ആക്ട് പ്രകാരം അത് 1 കോടി രൂപയായി മാറി. എന്നാൽ 2021 സ്പെഷ്യൽ റൂൾ പ്രകാരം അത് എത്രയാക്കി കുറച്ചു? 50 ലക്ഷമാക്കി കുറച്ചു. 50 ലക്ഷം. അതായത്
നിലവില് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളാണ്. 50 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളാണ്. 86-ൽ അത് 20 ലക്ഷം രൂപ വരെയായിരുന്നു. 2019-ൽ അത് 1 കോടി രൂപയായി മാറി. 2021-ലെ സ്പെഷ്യൽ റൂൾ പ്രകാരം 50 ലക്ഷം രൂപയായി മാറി. എത്രയായി മാറി? വളരെ 50 ലക്ഷം രൂപയായി മാറി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1986-ലെ ആക്ട് പ്രകാരം 86-ലെ ആക്ട് പ്രകാരം പറ 86-ലെ ആക്ട് പ്രകാരം എത്ര രൂപ മുതൽ എത്ര രൂപ വരെ? വളരെ 86-ലെ ആക്ട് പ്രകാരം 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 1 കോടി രൂപ വരെയായി. മനസ്സിലായ? 20 ലക്ഷം മുതൽ 1 കോടി രൂപ, അത് 20 ലക്ഷം രൂപയ്ക്ക് മുകളില് 1 കോടി രൂപ വരെയുള്ള തർക്കങ്ങളായി ആരുടെ അധികാര പരിധി? ഈ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി 86-ലെ ആക്ട് പ്രകാരം. 2019-ലെ ആക്ട് പ്രകാരമോ? 2019-ലെ ആക്ട് പ്രകാരമോ? 2019-ലെ ആക്ട് പ്രകാരം 1 കോടി മുതൽ 10 കോടി വരെയായി. 2019-ലെ ആക്ട് പ്രകാരം 1 കോടി മുതൽ 10 കോടി രൂപ വരെയായി 2019-ലെ ആക്ട് പ്രകാരം. ഓക്കെ, 2021-ലെ സ്പെഷ്യൽ റൂൾ പ്രകാരം അധികാര പരിധി എത്രയാണ്? 2021-ലെ, അതായത് നിലവിലെ അധികാര പരിധി എന്ന് പറഞ്ഞാൽ എത്രയാണ് കുട്ടികളെ? ഏത് മുതൽ ഏത് വരെയാണ്? ഏത് മുതൽ ഏത് വരെയാണ്? ജില്ലയുടേത് 50 ലക്ഷം അല്ലട, അപ്പൊ തുടക്കം 50 ലക്ഷത്തിലായിരിക്കും. 50 ലക്ഷം മുതൽ 2 കോടി വരെ, 50 ലക്ഷം മുതൽ 2 കോടി. അതായത് നിലവിൽ എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ, നിലവില് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ്. 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് നിലവില് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത് ദേശീയ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധിയെ കുറിച്ചാണ്. 86-ലെ ആക്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ വളരെ 86-ലെ ആക്ട് പ്രകാരം 86 നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരമാണ് പറയണം നോക്കിയാണ്. 86-ലെ ആക്ട് പ്രകാരം 20 ലക്ഷം വരെയായിരുന്നു ജില്ലയുടേത്. 86-ലെ ആക്ട് പ്രകാരം സ്റ്റേറ്റിൻ്റെത് 20 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കൂടെ? 86-ലെ ആക്ട് പ്രകാരം നാഷണലിൻ്റെത് 1 കോടിക്ക് മുകളിലുള്ള തർക്കങ്ങളിലാണ് പരിഹാരം കണ്ടിരുന്നത്. മനസ്സിലായ? ഓക്കെ, 2019-ലെ ആക്ട് പ്രകാരം 10 കോടിക്ക് മുകളിലുള്ള തർക്കങ്ങളിൽ. കാരണം 2019-ലെ ആക്ട് പ്രകാരം ഡിസ്ട്രിക്റ്റിൻ്റെത് 1 കോടിയാണ്, സ്റ്റേറ്റിൻ്റെത് 1 കോടി മുതൽ 10 കോടി വരെയാണ്, നാഷണലിൻ്റെത് 10 കോടിക്ക് മുകളിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറ 2021-ലെ സ്പെഷ്യൽ റൂൾ പ്രകാരം, അതായത് നിലവില് ദേശീയ കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടിക്ക് മുകളിലാണ്. മനസ്സിലായ? 2 കോടിക്ക് മുകളിലാണ് നിലവിലത്തെ അധികാര പരിധി. ഓക്കെ, ഞാൻ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നിലവിലത്തെ ഈ സാഹചര്യമാണ്. നിലവില് ജില്ലാ കമ്മീഷൻ 50 ലക്ഷം, 50 ലക്ഷം. അതുപോലെ തന്നെ നിലവില് സംസ്ഥാന കമ്മീഷന് 50 ലക്ഷം മുതൽ 2 കോടി വരെ, 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് നിലവിൽ സംസ്ഥാന കമ്മീഷന്. നിലവില് ദേശീയ കമ്മീഷന് 2 കോടിക്ക് മുകളിൽ, ദേശീയ കമ്മീഷന് 2 കോടിക്ക് മുകളിൽ. ഈ 3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ 3 കാര്യങ്ങൾ. പക്ഷേ ഇത് PSC ഒരുപാട് തവണ ചോദിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഹയർ ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എഴുതാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്ക് എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 86-ലെ ആക്ട് പ്രകാരമുള്ളതും 2019-ലെ ആക്ട് പ്രകാരമുള്ളതും 2021-ലെ ആക്ട് പ്രകാരമുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം 86 ഒന്ന് പറഞ്ഞു നോക്കാം. 86 ജില്ലയ്ക്ക്, അതായത് ജില്ലാ കമ്മീഷന് 20 ലക്ഷം,
സംസ്ഥാന കമ്മീഷന് 20 ലക്ഷം മുതൽ 1 കോടി, 20 ലക്ഷം മുതൽ 1 കോടി, ദേശീയ കമ്മീഷന് 1 കോടിക്ക് മുകളിൽ. ഓക്കെ. ഇനി 2019 ആക്ട് പ്രകാരം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി പ്രകാരം ജില്ലാ കമ്മീഷന് 1 കോടി, സംസ്ഥാന കമ്മീഷന് 1 കോടി മുതൽ 10 കോടി വരെ. ഓക്കെ. അടുത്ത് ദേശീയ കമ്മീഷന് 10 കോടിക്ക് മുകളിൽ. ഇതാണ് ഈ പറയുന്ന 3 കമ്മീഷനുകളുടെയും അധികാര പരിധി എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കുക. അതായത് നിലവിലെ സാഹചര്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കുക. ഈ ബാക്കി 2 കാര്യങ്ങൾ, അതായത് 86ലെയും 19ലെയും ആക്ടുകൾ പ്രകാരമുള്ള ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആണ്? കാരണം നമുക്കിപ്പം ഇപ്പോഴും പല ചോദ്യങ്ങൾ നമുക്ക് 86ലെ ആക്ട് പ്രകാരം, 2019ലെ ആക്ട് പ്രകാരം അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന്? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ 20 ലക്ഷം മുതൽ 1 കോടി, 1 കോടിക്ക് മുകളിൽ 86ലെ ആക്ട്, 1 കോടി മുതൽ 10 കോടി, 10 കോടിക്ക് മുകളിൽ 2019ലെ ആക്ട്, 50 ലക്ഷം മുതൽ 2 കോടി, 2 കോടിക്ക് മുകളിൽ 2021 സ്പെഷ്യൽ റൂൾസ്. ക്ലിയർ ആണ്? ഓക്കെ. ഇനി സ്ഥിരമായി ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഞാൻ ഭാഗത്ത് ചോദിക്കുകയാണ്. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏത് വർഷമാണ്? ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ദിനം ഏതാണ്? ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഏതാണ്? ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ 24 ആണ്. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ 24 ആണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഉപഭോക്തൃ സംരക്ഷണ ദിനം ഏതാണ്? അന്താരാഷ്ട്ര ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർച്ച് 15 ആണ് കേട്ടോ. മാർച്ച് 15 ആണ്. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ 24, അന്താരാഷ്ട്ര ഉപഭോക്തൃ സംരക്ഷണ ദിനം മാർച്ച് 15 ആണ്. അന്താരാഷ്ട്ര ഉപഭോക്തൃ സംരക്ഷണ ദിനം മാർച്ച് 15 ആണ് കേട്ടോ. മാർച്ച് 15 ആണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഇപ്പോഴും ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് അല്ലേ? പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. പ്രഹ്ലാദ് ജോഷിയാണ്. കേരളത്തിൽ ആരാണ് ഉപഭോക്തൃ കാര്യം കൈകാര്യം ചെയ്യുന്നത്? GR അനിലാണ് കേട്ടോ. GR അനിലാണ് ഉപഭോക്തൃ കാര്യം കൈകാര്യം ചെയ്യുന്നത്. കൺസ്യൂമർ അഫയേഴ്സ് GR അനിലാണ്. അദ്ദേഹം തന്നെയാണ് ഭക്ഷ്യ പൊതുവിതരണവും ലീഗൽ മെട്രോളജിയും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആര് തന്നെയാണ്? GR അനിൽ തന്നെയാണ് കേട്ടോ. എന്താണ് ലീഗൽ മെട്രോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ലീഗൽ മെട്രോളജി? എന്താണ് ലീഗൽ മെട്രോളജി? അളവ് തൂക്കം അല്ലേ? അളവ് തൂക്കം. ഓക്കെ. അളവ് തൂക്കമാണ്. ഓക്കെ. അളവ് തൂക്കം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇത് ആദ്യമേ കൺകറന്റ് ലിസ്റ്റിലായിരുന്നോ? അളവ് തൂക്കം, ലീഗൽ മെട്രോളജി ആദ്യമേ കൺകറന്റ് ലിസ്റ്റിലായിരുന്നോ? അല്ല. ഏത് ലിസ്റ്റിലായിരുന്നു അത്? അളവ് തൂക്കം ഏത് ലിസ്റ്റിലായിരുന്നു കുട്ടികളെ? യൂണിയൻ ആണോ സ്റ്റേറ്റ് ആയിരുന്നോ? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഏത് ഭേദഗതി പ്രകാരം? 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങളെ, 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങളെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി അല്ലെ? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പൊ ആ കൂട്ടത്തില് അളവ് തൂക്കം അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ഉണ്ടായിരുന്നു. ഓക്കെ. നിലവിലെ സംസ്ഥാന ലീഗൽ മെട്രോളജി മിനിസ്റ്റർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ് കുട്ടികളെ? അത് GR അനിലാണ്. ഓക്കെ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ആരാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ അധ്യക്ഷൻ ഈ ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. PSCയും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. കാരണം ഈ പരീക്ഷ നടക്കുമ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിലുള്ള ആളല്ല. ഓക്കെ. ശരി പിള്ളേരെ, അത് ആരാണ് ഇപ്പോഴത്തത്?
രാമസുബ്രഹ്മണ്യം. മുഴുവൻ പേരെന്താണ്? വി രാമസുബ്രഹ്മണ്യം അല്ലേ? വി രാമസുബ്രഹ്മണ്യം. വി രാമസുബ്രഹ്മണ്യമാണ്. ഓക്കെ, ക്ലിയർ ആണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ നിങ്ങൾക്ക് 10 ദേശീയ കമ്മീഷനുകളുടെ പേര് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ ചെയർമാന്റെ പേരും ഇപ്പോഴത്തെ ചെയർമാന്റെ പേരും കമന്റ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, ചാടി നിൽക്കുക. ഒന്നാമത്തെ ചോദ്യം NCPCR. വാട്ട് ഈസ് NCPCR? NCPCR എന്താണ്? NCPCRന്റെ പൂർണ്ണരൂപം ഒന്ന് കമന്റ് ചെയ്ത് അറിയാന്നുള്ളവര്. NCPCRന്റെ പൂർണ്ണരൂപം. കൺസ്യൂമർ ആണോ? NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ആർക്ക് പറയാം? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അല്ലെങ്കിൽ NCPCRന്റെ ആദ്യ ചെയർമാൻ ആരാണ്? NCPCRന്റെ ആദ്യ ചെയർമാൻ ആരാണ്? NCPCRന്റെ ആദ്യ ചെയർമാൻ ആരാണ്? പറയടാ. NCPCRന്റെ ആദ്യ ചെയർമാൻ ആർക്ക് പറയാം? NCPCRന്റെ ആദ്യ ചെയർമാൻ ആർക്കും അറിയത്തില്ല? NCPCRന്റെ ആദ്യ ചെയർമാന്റെ പേര് ആരെങ്കിലും? എനിവൺ ആലോചിച്ചൊന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ശാന്ത സിൻഹയാണ് ആൻസർ. ശാന്ത സിൻഹ. NCPCR ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹ. ഓക്കെ, നിലവിലത്തെ ചെയർപേഴ്സൺ ആരാണ്? നിലവിലത്തെ ചെയർപേഴ്സൺ ആരാണ്? ഞാൻ ഇത് ഒരാളെ കൊണ്ട് ആദ്യത്തെ ചെയർമാനും അവസാന ചെയർമാനും ഞാൻ പറയിപ്പിക്കും. ഓക്കെ, നിലവിലത്തെ ചെയർമാൻ ആരാണ് കുട്ടികളെ? KB മനോജ് കുമാർ. അത് കേരളത്തിലാണ് കേട്ടാ. പ്രിയങ്ക അല്ല, പ്രിയങ്ക് കനുങ്ങോ കേട്ടാ. പ്രിയങ്ക അതൊരു പുരുഷനാണ് കേട്ടാ, പുരുഷനാണ്. പ്രിയങ്ക് കനുങ്ങോ. പ്രിയങ്ക അത് സ്ത്രീ അല്ല, അതൊരു പുരുഷനാണ്. പ്രിയങ്ക് കനുങ്ങോ എന്നാണ് ആളുടെ പേര്. പ്രിയങ്ക് കനുങ്ങോ എന്നാണ്. പ്രിയങ്ക് കനുങ്ങോ എന്നാണ് ആളുടെ പേര്. പ്രിയങ്ക് കനുങ്ങോ എന്നാണ് ആളുടെ പേര് കേട്ടാ. അതായത് ഇപ്പോഴത്തെ ദേശീയ ബാലാവകാശ ബാലന്മാർക്ക് എല്ലാവരോടും പ്രിയമാണ്. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പ്രിയം കാണിക്കാൻ വന്നാൽ നമ്മൾ ചുറ്റിയിലെടുത്ത് തലയിട്ട് അടിച്ചു തരും, അവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും കേട്ടാ. ഓക്കെ, അതൊക്കെ പണ്ട് നമ്മളൊക്കെ ബാലന്മാരായിരുന്നില്ലടാ. നമ്മളൊക്കെ ബാലന്മാരായിരുന്നപ്പോഴാണ് എല്ലാവർക്കും പ്രിയം, ബാലന്മാരെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ പിള്ളേരെ കാണുന്നത് തന്നെ കുറെ ആൾക്കാർക്ക് പേടിയാണ്. ഓക്കെ, ക്ലിയർ ആണ്? ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ഓർത്ത് ചുമ്മാ പറഞ്ഞത്. അപ്പൊ NCPCRന്റെ ആദ്യ ചെയർമാൻ ശാന്ത സിൻഹയാണ്. ഓക്കെ, ഇപ്പോഴത്തെ ചെയർമാൻ പ്രിയങ്ക് കനുങ്ങയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത പിള്ളേരെ പറ. ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ KC നിയോഗി. നിങ്ങൾ ഇതിലൊരു കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കണം കേട്ടോ. ആരാദ്യം കമന്റ് ചെയ്യുന്നുള്ള രീതിയിൽ നിൽക്കണേ. KC നിയോഗിയുടെ ഫിനാൻസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാന്റെ പേരാണ് KC നിയോഗിയാണ്. ഫിനാൻസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാന്റെ പേരെന്താ? ഇപ്പൊ നമുക്ക് പുതുതായി നിലവിൽ വരാൻ പോകുന്നത് 16ാമത് ഫിനാൻസ് കമ്മീഷനാണ് അല്ലെ? 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആരെയാണ്? അരവിന്ദ് പനഗരിയ. 16ാമത്തത് അരവിന്ദ് പനഗരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണെന്നിട്ടാൽ അരവിന്ദ് പനഗരിയ. ഓക്കെ, 15 പറയടാ. 15 പറ. 15 NK സിംഗ് ആണ്. 15. അത് ഓർക്കണം. 15ാമത്തത് NK സിംഗ്, 16ാമത്തത് അരവിന്ദ് പനഗരിയ. 15 NK സിംഗ്, 16ാമത്തത് അരവിന്ദ് പനഗരിയ. ഓക്കെ, അടുത്ത് പറ. NCBC. വാട്ട് ഈസ് NCBC? എന്താണ്? NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ് കേട്ടോ. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ് NCBCയുടെ പൂർണ്ണരൂപം. ഓക്കെ, NCBCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? RN പ്രസാദ്. കറക്റ്റ് ആണ്. NCBCയുടെ അല്ലെങ്കിൽ
പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് RN പ്രസാദ്. RN പ്രസാദ് ആണ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ആരാ? ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടാ. നമ്മൾ ഈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇവിടെ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണ് ഹാൻസ്. ഹാൻസ് ഒക്കെ നമ്മൾ എന്തിന്റെങ്കിലൊക്കെ പിന്നിലൊക്കെ പോയി ഒളിച്ചു നിന്നിട്ടല്ലേ നമ്മൾ വെക്കുന്നത്. നമ്മളെല്ലാം വെക്കുന്ന ആൾക്കാർ. ഓക്കെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അല്ല, സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പിള്ളേർക്ക് അറിയായിരിക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പണ്ടൊക്കെ ഇതൊക്കെ വെക്കുന്ന പയ്യന്മാർ എന്ത് ചെയ്യും, അല്ല ഡോറിന്റെ പിന്നിൽ പോയിട്ടായിരിക്കും ഇത് വെക്കുന്നത് അല്ലേ? ഡോറിന്റെ പിന്നിൽ പോയിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, അപ്പം അത് അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഹൻസ് രാജ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ, അതായത് നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യത്തത് RN പ്രസാദ്, നിലവിൽ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഓക്കെ, അടുത്ത ST കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ് ആണ് പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. കൻവർ സിംഗ് ആണ്. നിലവിലെ ചെയർമാൻ ആരാ? പട്ടികവർഗ കമ്മീഷൻ ST കമ്മീഷന്റെ. ST കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് പട്ടികവർഗ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. അന്തർ സിംഗ് ആര്യയാണ് കേട്ടോ. അന്തർ സിംഗ് ആര്യയാണ്. അടുത്ത SC കമ്മീഷൻ, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, ആദ്യ ചെയർമാൻ ആരാ? ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ, അല്ലെങ്കിൽ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന. പട്ടികജാതി കമ്മീഷന്റെ ആരാണ് കുട്ടികളെ? കിഷോർ മക്വാന. അപ്പൊ പട്ടിക വർഗവും പട്ടികജാതിയും മാറിപ്പോണ്ട. നമ്മുടെ ഈ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. ജാതിക്ക ഒരുമാതിരി മഞ്ഞ കളറിലിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അത് തന്നെയാണ് പറയണമെന്ന് അറിയാൻ വയ്യ. ജാതിക്ക അറിയത്തില്ലേ? ജാതിക്ക. അപ്പൊ ഈ ജാതിക്ക പറമ്പിലൊക്കെ വീണെടുക്കുമ്പോൾ നമ്മളൊരു മഗ് എടുത്തോണ്ട് പോയിട്ട് അതിലിട്ടോണ്ടല്ലേ വരുന്നത്. മഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മഗ് നമ്മൾ ഈ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കോരി വയ്ക്കുന്ന സാധനമാണ് മഗ്. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ മഗ് അയ്യോ കപ്പ് പറഞ്ഞാൽ കിട്ടില്ല പിള്ളേരെ. മഗ് എന്ന് പറ. ജാതിക്ക മഗ്ഗിലിടും. അപ്പം ജാതി മഗ്വാന, കിഷോർ മഗ്വാന. ആള് മാറുമ്പോ കോഡ് മാറ്റിക്കോണം കേട്ടോ. അങ്ങനെയൊക്കെ മാറാറായി ഏകദേശം. ഓക്കെ, അപ്പോഴും മഗ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാർക്ക് വേറെ വഴിക്ക് അങ്ങ് പോകും. ക്ലിയർ ആണല്ലോ? ശരി, അപ്പം പട്ടികജാതി കമ്മീഷൻ ആരാണ് കുട്ടികളെ? ഇപ്പോഴത്തെ കിഷോർ മഗ്വാന, ആദ്യത്തെ ആള് സൂരജ് ഭാൻ ആണ് കേട്ടോ. അടുത്ത് മൈനോറിറ്റീസ് കമ്മീഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ, ആദ്യ ചെയർമാൻ ആരാണ്? ന്യൂനപക്ഷ കമ്മീഷൻ ആരാണ്? ആദ്യത്തെ ആള് സാദിർ ആണ്. അത് 93 സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്നതിന് ശേഷമുള്ള ആളാണ് സാദിർ. നമ്മളത് കമ്മീഷൻ ഡീറ്റെയിൽ പഠിക്കും. എന്നാൽ അതിനു മുമ്പ് 78 കമ്മീഷൻ വന്നപ്പോഴും ഒരാളുണ്ട്. ആരാണ്? ആളുടെ പേര് MR. മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പെങ്കൊച്ചുണ്ട്, ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ചിന്റെ പേര് കണക്കിരിക്കും. സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ. മസ്താനിയെ അറിയാം, ആറാട്ടണ്ണനെ അറിയാം, അലിൻ ജോസ് പെരേരെ അറിയാം. നിനക്കൊക്കെ ആവശ്യമില്ലാത്ത എല്ലാ ആൾക്കാരെയും അറിയാം. ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നീയൊക്കെ മസ്താനിയെ പറയുമെന്ന്. MR മസാനി. MR മസാനിയാണ് ഏതിന്റെ? ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ MR മസാനിയാണ്. ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ MR മസാനിയാണ്. ഇപ്പോഴത്തെ ആളാരാണ്?
ഇപ്പോഴത്തെ ആളാരാണ്? ഇപ്പോഴത്തെ ആള് ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേട്ടോ. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ന്യൂനപക്ഷങ്ങളെല്ലാം പുരയിലാണ് താമസിക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ന്യൂനപക്ഷങ്ങൾ പുരയിൽ താമസിക്കുന്നു, അതായത് ന്യൂനത ഉള്ള ആൾക്കാരാണെന്നൊക്കെ ഓർത്ത്. അങ്ങനെയൊന്നും അല്ല. ന്യൂനപക്ഷം എന്ന് വെച്ചാൽ എണ്ണത്തിൽ കുറവുള്ള ആൾക്കാരെന്നാണ്. ന്യൂനപക്ഷങ്ങൾ പുരയിൽ താമസിക്കുന്നു ഒന്നും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് അത് മാറിപ്പോകാതിരിക്കാൻ പറ്റും. ഓക്കെ. പിന്നിൽ പോയി ഹൻസ് വെക്കുന്നു, അതുപോലെ തന്നെ ജാതിക്ക മക്കിലിടുന്നു കേട്ടോ. അതുപോലെ ന്യൂനപക്ഷങ്ങള് പുരയിൽ താമസിക്കുന്നു. അങ്ങനെ കണ്ടിട്ട് വെച്ചാൽ നമുക്ക് ഈ 4 ഈ അങ്ങോട്ട് മാറിപ്പോൻ ചാൻസ് ഉള്ള 4 ഈ കിടക്കുന്നത്. അതായത് NCBC പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ കേട്ടോ. ഹൻസ് വെക്കുന്നത് പിന്നിൽ പോയിട്ടാണെന്ന് ഓർക്കുക. അതുപോലെ ST കമ്മീഷൻ അന്തർ സിംഗ് ആര്യ, അത് കണക്ഷൻ വേണ്ട. SC ഓർത്ത് വെച്ചിരുന്നാൽ മതി. SC കിഷോർ മക്കുവാന്, അതായത് പട്ടിക ജാതിക്ക മക്കിലിടുന്നു ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ മൈനോറിറ്റീസ് കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ, ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര, പുരയിൽ താമസിക്കുന്നു. ഓക്കെ. UPSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? UPSCയുടെ ആദ്യ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ റോസ് ബാർക്കർ ആണ് കേട്ടോ. റോസ് ബാർക്കർ ആണ് UPSCയുടെ ആദ്യ ചെയർമാൻ. UPSCയുടെ ആദ്യ ചെയർമാൻ. പക്ഷെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. UPSCയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ചെയർമാൻ നമുക്ക് PSC ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെ പറയും? നമുക്ക് ചോദിക്കുന്നതാണ്. UPSCയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ചെയർമാനാണ് HK കൃപലാനി. UPSCയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ HK കൃപലാനിയാണ്. എന്നാൽ UPSCയുടെ ആദ്യത്തെ ചെയർമാൻ ആണെന്നിട്ടുള്ളത് റോസ് ബാർക്കർ ആണ് കേട്ടോ. UPSCയുടെ നിലവിലെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? UPSCയുടെ നിലവിലെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആണെന്ന് കേട്ടാൽ പ്രീതി സുധൻ ആണ് കേട്ടോ. പ്രീതി സുധനാണ് UPSCയുടെ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ നിലവിലെ ചെയർപേഴ്സൺ ആണെന്നുള്ള പ്രീതി സുധനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത UGC എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് SN ഭട്നഗർ ആണ് UGCയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. SN ഭട്നഗർ ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് കുട്ടികളെ. SN ഭട്നഗർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. നിലവിൽ ആരാണ് UGCയുടെ? നിലവില് M ജഗദേശ് കുമാർ ആണ് നിലവിലെ UGCയുടെ ചെയർമാൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ M ജഗദേശ് കുമാർ ആണ് കേട്ടോ. ഓക്കെ. അടുത്ത വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? അത് കേരളത്തിലല്ലേടാ, ഇത് ദേശീയമല്ലേ പറയുന്നേ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ. ജയന്തി പട്നായിക്. ആരാ കുട്ടികളെ? ജയന്തി പട്നായിക് ആണ് നമ്മുടെ വുമൻസ് കമ്മീഷന്റെ, അതായത് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക് ആണ്. നിലവിൽ ആരാണ്? നിലവില് വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ്. വിജയ കിഷോർ രഹത്കർ ആണ് വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ഓക്കെ. നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കമ്മീഷൻസും അതിന്റെ ചെയർപേഴ്സൺമാരെയും ആദ്യത്തതും അവസാനത്തെയും നമ്മൾ പഠിച്ചത്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ, ആദ്യത്തെ ആൾ ആരാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആള് രംഗനാഥ മിശ്രയാണ് അല്ലെ? രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ. ഓക്കെ. നിലവില് വി രാമസുബ്രഹ്മണ്യമാണ് കേട്ടോ. രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ബാക്കി ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാനിത് എറൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ നിങ്ങളിൽ ഒരാളെ കൊണ്ട് ഞാനിത് പറയിപ്പിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ NCPCR പറഞ്ഞു. NCPCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ്. അതായത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഓക്കെ, അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ശാന്ത സിൻഹ. നിലവില് പ്രിയങ്ക് കനുങ്ങോ. ഓക്കെ, നമ്മള് മനീഷിന്റെ കോഡിന് നമുക്ക് എടുക്കാം.
ബാലന്മാരെയൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. പ്രിയങ്ക് കനുങ്ങോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി അടുത്ത് ഫിനാൻസ് കമ്മീഷൻ, അതായത് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ KC നിയോഗിയാണ്. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ KC നിയോഗിയാണ്. നിലവിൽ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അരവിന്ദ് പനഗരിയാണ് 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. അടുത്ത് NCBC, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. RN പ്രസാദ്, ആദ്യത്തെ ആളുടെ പേര് RN പ്രസാദ്. നിലവിലത്തെ ആളുടെ പേര് ഹൻസ്രാജ് ഗംഗാറാം അഹിർ. അടുത്ത ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. കൻവർ സിംഗ് ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ. നിലവില് അന്തർ സിംഗ് ആര്യ. അടുത്ത നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് പട്ടികജാതി കമ്മീഷൻ. പട്ടികജാതി സൂരജ് ഭാൻ. പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ കിഷോർ മക്വാന. അടുത്ത് ന്യൂനപക്ഷ കമ്മീഷൻ, മൈനോറിറ്റീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ MR മസാനിയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇക്ബാൽ സിംഗ് ലാൽപുര. ഓക്കെ, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ റോസ് ബാർക്കർ. ഇന്ത്യക്കാരനായ ചെയർമാൻ HK കൃപലാനി. അതുപോലെ നിലവിലെ ചെയർപേഴ്സൺ പ്രീതി സുധനാണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ SN ഭട്നഗർ. നിലവിലെ M ജഗദേഷ് കുമാർ. വുമൻസ് കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. നിലവിലെ വിജയ കിഷോർ രഹത്കർ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഇനി ഒരാൾ മുന്നോട്ട് വരിക, ഇത് ഇത്രയും പറയുക. ഓക്കെ, ആരാണ് ആ ഒരു വ്യക്തി? ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ പോകുന്ന ആ വ്യക്തി ആരാണ്? രേഷ്മ മൈക്കോണായി പറഞ്ഞേ. ആദ്യം പറയാന്ന് പറഞ്ഞ രേഷ്മയെ തന്നെ ഞാൻ വിളിക്കുകയാണ്. സർ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ ഫസ്റ്റ് ചെയർമാൻ ശാന്ത സിൻഹ. നിലവില് പ്രിയങ്ക കലിംഗോ. ഫിനാൻസ് കമ്മീഷൻ ആണെങ്കിൽ ഫസ്റ്റ് KC നിയോഗി. നിലവിൽ അരവിന്ദ് പനഗരിയ 16ാമത്തെ ആളാണ്. 15ാമത്തെ NK സിംഗ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മീഷൻ ആണെങ്കിൽ RN പ്രസാദ്. നിലവില് ഹൻസ്രാജ് ഗംഗാറാം ഹാഗിർ. ST കമ്മീഷൻ കൻവർ സിംഗ്. നിലവിലെ അന്തർ സിംഗ് ആര്യ. SC കമ്മീഷൻ സൂരജ് ഭാൻ കിഷോർ മക്വാന. പിന്നെ മൈനോറിറ്റീസ് കമ്മീഷൻ വന്നിട്ട് MR മസാനി. ഇപ്പൊ ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നെ UPSC ആദ്യത്തേത് റോസ് ബാർക്കർ. ഇന്ത്യയിലത് HK കൃപലാനി. നിലവില് പ്രീതി സുധൻ. UGC SN ഭട്നഗർ. നിലവില് മധുരാല ജഗദീഷ് കുമാർ. വനിതാ കമ്മീഷൻ ജയന്തി പട്നായിക്കും. നിലവിലെ വിജയ് കിഷോർ രഹത്കറും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങള് ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു കുട്ടികളെ? നമ്മുടെ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള കമ്മീഷന്റെ അധികാര പരിധികൾ 86 പഠിച്ചു, 2019 പഠിച്ചു, 2021 പഠിച്ചു. ഓക്കെ, ഞാൻ അതും കൂടെ ഒന്ന് ചോദിക്കണം. അത് ഒരാളൊന്ന് പറയണം, ഓർത്തൊന്ന് പറയണം കേട്ടോ. ആ ഒരു അധികാര പരിധികൾ ഒന്ന് ഓർത്ത് പറയണം. ഓക്കെ, അതാരാ ഒന്ന് പറയുന്നേ? 86, 2019, 2021 അത് പറയാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടോ? അതോ മറ്റേ കമ്മീഷൻ അല്ല, മറ്റേ കമ്മീഷന്റെ ആൾക്കാരെ പഠിച്ച ഇത് മറന്നോ? വൈ കുട്ടികളെ, വൈ? ആരുമില്ല? ഞാൻ 5 വരെ എണ്ണം. അതിടയ്ക്ക് ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ ഞാൻ ഒരാളെ ഞാൻ പേരെടുത്ത് വിളിക്കും. ഓക്കെ, ധൈര്യപൂർവ്വം ഇത്രയും പേർക്ക് വേണ്ടി ബലിയാടാവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ധീരനായി മരിക്കാൻ ശ്രമിക്കുന്ന ഒരാളുണ്ടാന്ന് നോക്കാം. ധീരന് മരണം ഒന്നേ ഉള്ളൂ. ആ ഭീരുക്കൾ 1000 തവണ മരിക്കും. ആരാണ് ധീരൻ, ആരാണ് ഭീരു നോക്കട്ടെ. 1, 2, ആരാ? പ്രിയങ്ക. പറഞ്ഞോളൂ. കമ്മീഷൻ ഞാൻ ചോദിക്കാം, 86 ആക്ട് പ്രകാരം ഡിസ്ട്രിക്ട് കമ്മീഷന്റെ അധികാര പരിധി എത്രയായിരുന്നു? 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ. ഓക്കെ, സ്റ്റേറ്റിൻ്റെത് 20 ലക്ഷം മുതൽ 1 കോടി വരെ. ഓക്കെ, നാഷണൽ കമ്മീഷൻ്റെത് 1 കോടിക്ക് മുകളിൽ. ഓക്കെ, 2019 ആക്ട് പ്രകാരം ഡിസ്ട്രിക്ട് കമ്മീഷൻ്റെത് 1 കോടി. 1 കോടി. ഓക്കെ, സ്റ്റേറ്റിൻ്റെത് 1 കോടിക്കും 10 കോടിക്കും ഇടയിൽ. 1 കോടിക്കും 10 കോടിക്ക് ഇടയിൽ. നാഷണൽ കമ്മീഷൻ്റെത് 10 കോടിക്ക് മുകളിൽ. ഓക്കെ, നിലവില് ജില്ലാ കമ്മീഷൻ 50 ലക്ഷം. ഓക്കെ, സംസ്ഥാന കമ്മീഷൻ
50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ. ദേശീയ കമ്മീഷൻ 2 കോടിക്ക് മുകളിൽ. സോ സിമ്പിൾ. ഓക്കെ, ഇതുപോലെ പഠിച്ചിരിക്കുക. ഓക്കെ, കൊള്ളാം. ശരി, ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ചോദ്യം.